Kaulis Tumeli, Sigurd. ಇದು ಅವ್ರದ್ದೇ ನಾಯಿನಾ? Hey, don't go that side. Don't go that side, please. You are. ಮಣ್ಣಿನಡಿಯಲ್ಲಿ ಯಾರಾದರೂ ಇರಬಹುದಾ ಎಂಬ ಇದೇ ಸ್ಥಳದಲ್ಲಿ ಅವರ್ತಿಕ ರೋಷನ್ ಆದರೆ ಅದೆಲ್ಲ ಅದೇ ಹೊತ್ತಿನಲ್ಲಿ ಎಲ್ಲೋ ಒಂದು ಕಡೆಗೆ ಜಗನ್ನಾಥ್ ನಾಯಕ್ ಅವರು ಸಹಿತ ಅದೇ ಹೊತ್ತಿನಲ್ಲಿ ಇದ್ರು. ಮತ್ತೆ ಅವರ ಜೊತೆಗೆ ಎಲ್ಲೋ ಒಂದು ಕಡೆಗೆ ಲೋಕೇಶ್ ನಾಯಕ್ ಮತ್ತು ಈಗೇನು ನಾಪತ್ತೆಯಾಗಿದ್ದಾರೆ ಅರ್ಜುನ್ ಅವರು ಎಲ್ಲರೂ ಸಹಿತ ಎಲ್ಲ ಹೋಟೆಲ್ನಲ್ಲಿ ಇದ್ದರೆ ಅವರು ಸಹಿತ ಅಲ್ಲೇ ಇರ್ಬೋದು. ಯಾಕಂದರೆ ಕೆಳಗಡೆ ಕೊಲಾಪ್ಸ್ ಆಗಿದೆ. ಅಲ್ಲಿ ಹೊಟ್ಟೆಯಲ್ಲಿ ಎದ್ದಿದ್ರೆ ಆಗ್ತಿರುವಂಥ ಮಣ್ಣನ್ನು ಮೇಲಿಂದ ತೆಗೆದುಬಿಟ್ಟು ಕೆಳಗಡೆ ಎಲ್ಲಾದರೂ ಯಾವ್ದಾದ್ರು ಮುಗ್ಗದೆ ಇರ್ಬೋದು ಎಂಬ ಸಾಧ್ಯತೆ ಇದೆ. ಆಗಿನಲ್ಲಿ ಈಗಾಗಲೇ ಕಾರ್ಯಾಚರಣೆ ನಡೀತಾನೆ ಇದೆ. ಕಳೆದ 3 ದಿನಗಳಿಂದ ಭೂಕುಸಿತ ಮೂಲಕ ಕಾರ್ಯಾಚರಣೆ ನಡೀತಾ ಇದ್ರು ಸಹಿತ ಇದುವರೆಗೂ ಯಾವುದೇ ರೀತಿಯಾದಂತಹ ಮೃತದೇಹಗಳು ಸಿಕ್ಕಿಲ್ಲ. ಅಷ್ಟೇ ಅಲ್ಲದೆ തെളിയട്ടെ, മഴ പോകട്ടെ എന്നല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലാണല്ലോ നമ്മൾ എപ്പോഴും നിൽക്കുക. അതുകൊണ്ട് എത്രയും വേഗം എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇത് നിന്ന് പോയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇപ്പോഴും പറഞ്ഞ ടെക്നീഷ്യൻസ് വന്നതിന് ശേഷം സംവിധാനത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാമെന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ പറഞ്ഞു, നമ്മൾ എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുക എന്നൊരു ആവശ്യത്തിൽ തന്നെ നമ്മൾ നിൽക്കുകയാണ്. കാരണം ജിതിനുൾപ്പെടെ ആവശ്യപ്പെട്ട കുടുംബം ആവശ്യപ്പെടുന്നത് ആ നിലയിൽ തന്നെയാണ്. ഞങ്ങളുടെ ആവശ്യം സ്വാഭാവികമായിട്ട് യോഗത്തിൽ ശക്തമായി മുന്നോട്ട് വെച്ചു. സ്വാഭാവികമായിട്ട് തീരുമാനം എടുക്കേണ്ടത് കർണാടക സ്റ്റേറ്റ് ആണ്. അപ്പോൾ അവരുടെ ഡിസിഷനിലേക്കാണ് അവർ പോകുന്നത്. പക്ഷേ നമ്മുടെ ആവശ്യത്തിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. നമ്മൾ ആ ആവശ്യം തന്നെ മുന്നോട്ട് വെക്കുകയാണ്. നിർത്തരുത്, കണ്ടിന്യൂ ചെയ്ത് പോകണം. ഈ ദൗത്യത്തിൽ തൃപ്തിക്കുറവുണ്ടോ? അല്ല, ഇതിൽ നമ്മൾ പറഞ്ഞ കാരണം ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA ഇവിടെ സംസാരിച്ചു. അവരുടെ ഒന്നും സേവനത്തെ നമ്മൾ കുറച്ച് കാണുന്നില്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ പറഞ്ഞ് ഏതെങ്കിലും തരത്തിലൊരു ചർച്ചയെ അവസാനിപ്പിച്ച് പോകുന്നതല്ല ആഗ്രഹം. അദ്ദേഹം ചെയ്ത വർക്കിനെയുമൊക്കെ നമ്മൾ അംഗീകരിക്കുകയാണ്. അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ നമുക്കുണ്ടായ ചില ആശങ്ക, ഇപ്പോൾ ഇവിടെ 2 ദിവസം മന്ത്രിമാർ ഉൾപ്പെടെ വന്നു. 3 ദിവസമായിട്ട് 2 മന്ത്രിമാർ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തു. ആ ക്യാമ്പ് ചെയ്തതിൻ്റെ ഭാഗമായി എടുത്ത ചില തീരുമാനങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഞാൻ പറഞ്ഞ ഡ്രഡ്ജിങ് ഉണ്ട്, പാൻഡോൺ ഉണ്ട്, അത്തരം ടഗ് ബോട്ട് ഉണ്ട്. അത്തരം സംവിധാനങ്ങളൊക്കെ ചെയ്യാം എന്ന് ഉറപ്പ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ആ സാഹചര്യങ്ങളൊന്നും ആ സാഹചര്യം ഇവിടെ എത്തപ്പെട്ടില്ല എന്നുള്ളത് തീർച്ചയായും നമ്മളെല്ലാം നേരിട്ട് കാണുകയാണ്. ആ ഒരു ആശങ്ക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട കേരള ഫോറസ്റ്റ് മിനിസ്റ്ററുടെ കൂടി സാന്നിധ്യത്തിൽ നമ്മളിവിടുത്തെ അധികാരികളോട് വളരെ സജീവമായി ആവശ്യപ്പെട്ടതാണ്, ജില്ലാ കളക്ടറോട് ഉൾപ്പെടെ. ഒരു ഘട്ടത്തിലും നിങ്ങൾ അങ്ങനെ ഒരു ചർച്ച പൊതുവിൽ രൂപപ്പെട്ട് വന്നപ്പോൾ തന്നെ നമ്മളത് ശ്രദ്ധയിൽപ്പെടുത്തി. അത് ഒരു കാരണവശാലും നിർത്തി പോകരുത് എന്നുള്ളത് നമ്മളിന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ എടുത്ത തീരുമാനം എന്താ, രാവിലെ എടുത്ത തീരുമാനം എന്താ, ഇത് അവസാനിപ്പിക്കുന്നില്ല, നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് 3 മണിയോടുകൂടി ഇത് അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നിടത്താണ് ആ ഒരു ആശങ്ക പറഞ്ഞത്. ഇതൊരിക്കലും ഞാനിവിടെ ആവർത്തിക്കുന്നു, ഒരിക്കലും
രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു വിഷയത്തിലല്ല. ഇവിടെ MLA ഉൾപ്പെടെ നടത്തിയ പ്രവർത്തനത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഞങ്ങൾ വീണ്ടും അഭ്യർത്ഥിക്കുന്നതും ഞങ്ങൾ ആവശ്യപ്പെടുന്നതും ഈ യോഗത്തിൽ ആവശ്യപ്പെട്ടതും ഇത് നിർത്താതെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഈ പ്രവർത്തനത്തെ വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. കാലാവസ്ഥാ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പ്രതിരോധിക്കാൻ ടെക്നോളജി ഉണ്ട്. ഏതറ്റം വരെ ഞാനിവിടെ പറയുന്നത് കേന്ദ്രമന്ത്രി ഉൾപ്പെടെ നമ്മുടെ മുഖ്യമന്ത്രി കത്തയച്ചിട്ടുണ്ട്. കാരണം നേവിയുടെ തന്നെ ഏറ്റവും വലിയ സേവനം ഏത് തരത്തിൽ ലഭിക്കും ആ സേവനങ്ങളൊക്കെ എത്തിക്കാനുള്ള നടപടി വേണമെന്നാണ്. പക്ഷേ ആ നിലയിലേക്കൊന്നും എത്താതെ കൊണ്ടുള്ള ഒരു പ്രയാസമുണ്ട്. നേരത്തെ പറഞ്ഞ് എത്തുമെന്ന് പറഞ്ഞത് പോലും എത്താത്ത നിലയുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ആശങ്കയുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ താൽക്കാലികമായി നിർത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആശങ്ക അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ സ്നേഹപൂർവ്വം ഇവിടുത്തെ അധികാരികളോട് യോഗത്തിലും ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഭ്യർത്ഥിച്ചത് ചെയ്യണം. സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ തൃശ്ശൂരിൽ നിന്ന് ഡ്രഡ്ജിംഗ് മെഷീൻ കൊണ്ടുവരുന്നത് പറഞ്ഞു. അത് എത്രത്തോളം പ്രായോഗികമാണ്? അപ്പം നിങ്ങൾ എന്ത് ഇനിഷ്യേറ്റീവ് എടുക്കുമോ അതിനെ കൊണ്ടുവരാൻ? അല്ല, അതിലൊരു സംശയമാണ്. ഞങ്ങൾ ആ യോഗത്തിൽ തന്നെ അറിയിച്ചു. നമ്മൾ അപ്പോൾ തന്നെ തൃശ്ശൂർ ജില്ലാ കളക്ടറെ നമ്മൾ വിളിച്ചു. നമ്മൾ തയ്യാറാണ്. ഇവരോട് പറഞ്ഞു 24 hours മതിയല്ലോ സ്വാഭാവികമായിട്ടും തൃശ്ശൂരിൽ നിന്ന് ഇവിടെ എത്തിക്കാൻ. ആ യോഗത്തിൽ നമ്മളത് അറിയിച്ചു. പക്ഷെ അന്നേരം അവർ പറഞ്ഞൊരു മറുപടി എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ടെക്നീഷ്യൻ വരണം, ആ ടെക്നീഷ്യൻ വന്ന് പരിശോധിച്ചിട്ട് മാത്രമേ നമുക്കതിലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റൂ എന്ന രീതിയിലേക്കാണ്. ടെക്നീഷ്യൻ വന്ന് ഇവിടുത്തെ ഫീസിബിലിറ്റി നോക്കിയതിന് ശേഷം മാത്രമേ അങ്ങനെയാണ് ഇവർ നമ്മളോട് മറുപടി തന്നത്. നമ്മൾ ആവശ്യപ്പെട്ടത് ആ മിഷൻ കൊണ്ടുവരാനാണ് നമ്മൾ ശക്തമായി ആവശ്യപ്പെട്ടു. വിജയൻ പറഞ്ഞതുപോലെ ഇത് നമ്മൾ 3 MLA സ്ഥലത്തുള്ള സമയത്താണ് 3 മണിക്ക് അപ്രതീക്ഷിതമായി ഇവിടുത്തെ MLA പക്ഷെ അവരൊരിക്കലും ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ സമ്മതിച്ചിട്ടില്ല. അവരാര് നിർത്താൻ പറഞ്ഞെന്നാണ് ഞങ്ങളോട് ചോദിച്ചത്. ഞങ്ങളേതായാലും ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രിയുമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് നമ്മുടെ ജിതിൻ ഇവിടെയുണ്ട്. ജിതിൻ്റെ ഒരു ചോദ്യം നമ്മളെ വല്ലാണ്ട് ഉടക്കുന്നുണ്ട്. ജിതിൻ ചോദിക്കുന്ന ചോദ്യം അർജുനില്ലാണ്ട് എനിക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയില്ല എന്ന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് നാളെയും തെരച്ചിൽ തുടരുന്നുണ്ട്. അപ്പോഴും അവിടെ കളക്ടർ വെക്കുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് മുങ്ങാനുള്ള സംവിധാനം 8 നോട്ട്സ് വെള്ളമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അതിന് സംവിധാനമില്ല. അതിനിടയിൽ അവർ പിന്നെ ഇതൊരു ചെറിയ കൺഫ്യൂഷൻ വന്ന് പിന്നെ തിരുച്ചി നടന്നിട്ട് അത് തൃശ്ശൂരിൽ നമ്മൾ അറിഞ്ഞ ഉടനെ ഞങ്ങൾ ബന്ധപ്പെട്ടു, ജിതിന് CM-മായി ബന്ധപ്പെട്ടു, പിന്നെ കളക്ടർക്ക് നിർദ്ദേശം കൊടുത്തു. നമ്മൾ എത്രയും വേഗതയിൽ PWD മിനിസ്റ്ററുമായി സംസാരിച്ചു. എത്രയും വേഗതയിൽ അങ്ങനെ ആവശ്യപ്പെടുന്നെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന വേഗതയിൽ അതിവിടെ എത്തിക്കാനുള്ള ശ്രമം നമ്മുടെ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്നതാണ്. ഉപയോഗിക്കാൻ കഴിയുന്ന നമ്മൾ ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ തൃച്ചിയല്ല തൃശ്ശൂരാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു അത് എത്തിക്കാൻ വിത്തിൻ 24 hours. കാരണം അതിന്റെ പ്രൊസീജിയർ ഉണ്ട്. കാരണം ഇവിടുത്തെ ജില്ലാ കളക്ടർ അവിടെ ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയർ നടപടികളുണ്ട്. നിങ്ങൾ അത് ചെയ്താൽ മതി. കാരണം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞത് ഇത് കണ്ടിന്യൂ ചെയ്യുക എന്ന് തന്നെയാണ്. ആ ഒരു ആവശ്യം തന്നെയാണ് നമ്മൾ ഈ യോഗത്തിൽ മുന്നോട്ട് വരുന്നത്. പക്ഷേ ശക്തമായി നമ്മൾ ആവശ്യം മുന്നോട്ട് വെച്ചു. കാരണം ഇത് ഓപ്പറേഷൻ നിർത്തൽ കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ളത്. കാരണം ഇന്ന് 3 മണിയോടുകൂടി തന്നെ നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ പുഴയിൽ തന്നെ നമുക്ക് അന്വേഷണം ഉചിതമാക്കണം. അതിന് ഏത് തരത്തിലുള്ള സഹായം നമ്മൾ തരാം. കാരണം ഇതൊരു 2 സ്റ്റേറ്റ് തമ്മിലുള്ള ഒരു തർക്കത്തിലേക്കോ ആ രീതിയിലുള്ള ഒരു വിഷയത്തിലേക്കോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായ ഒരു പ്രശ്നത്തിലേക്കോ നമുക്ക് കൊണ്ടുപോകേണ്ടതായിട്ടില്ല. അത്തരൊരു വിഷയം വന്നപ്പോൾ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രിയെ ഈ കാര്യങ്ങൾ അറിയിക്കുകയുണ്ടായി. കാരണം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഉൾപ്പെടെ നമ്മുടെ മുഖ്യമന്ത്രി കൃത്യമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ യോഗത്തിലും ആവശ്യപ്പെട്ട ഒരു കാര്യം നിർത്തരുത് എന്നാണ്. കാരണം സ്വാഭാവികമായിട്ട് അവരെടുത്തൊരു ഡിസിഷൻ ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞു. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിർത്തരുത് ഏകപക്ഷീയ നമ്മൾ ആ മീറ്റിങ്ങിനകത്ത് നമ്മളുടെ എന്താണ് ആവശ്യം, നമ്മുടെ കൺസേൺ എന്താണ്, സ്റ്റോപ്പ് ചെയ്യരുത്, നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളത് ശക്തമായി തന്നെ പറഞ്ഞു. പക്ഷെ അവർ നേരത്തെ പറഞ്ഞ പോലെ ചില റീസൺസ് ആണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെയുള്ള പുഴ തെളിയുന്ന പ്രശ്നങ്ങൾ, ഒഴുക്കിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മളിപ്പോഴും അവരോട് റിക്വസ്റ്റ് ചെയ്ത് അവസാനം യോഗത്തിനിടയിലും നമ്മൾ അവസാനം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും റിക്വസ്റ്റ് ചെയ്തത് ഏത് സംവിധാനങ്ങൾ, കാരണം നമ്മൾ ഇവിടെ ഒരു കോൺട്രവേഴ്സിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പറയുമെങ്കിൽ പോലും ബാംഗ്ലൂർ ഉൾപ്പെടെ ഒരുപാട് സംവിധാനങ്ങൾ നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്യപ്പെട്ടു. അതൊന്നും അത് ഞാൻ
മീറ്റിങ്ങിനിടയിൽ മന്ത്രിയോട് തന്നെ പറയുണ്ടായി അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമായി നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആവശ്യത്തിൽ തന്നെയാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. അത് കണ്ടിന്യൂ ചെയ്ത് പോകണം, അത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. പക്ഷെ ഇവരെ ഇപ്പോൾ നമ്മളെ അറിയിച്ചത് ആ രീതിയിലുള്ള ഒരു ആലോചനയാണ് എന്നുള്ളതാണ് അവർ അറിയിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോഴും ആ ആവശ്യം തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് അവരോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു സ്റ്റേറ്റിൻ്റെ തീരുമാനത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് ശക്തമായി കടന്നു കയറുക എന്നുള്ളതല്ല, അവരോട് ആവശ്യം ഉന്നയിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ നിർവഹിക്കാൻ വേണ്ടി പറ്റുന്നത്. ആ ഒരു ആവശ്യത്തിൽ തന്നെയാണ് നമ്മളിപ്പോഴും അല്ല, നമ്മൾ നേരത്തെ തന്നെ ഇത്തരം ടെക്നോളജിക്കലി പ്രശ്നങ്ങൾ, കാരണം ഒരു അപകടം ഉണ്ടായാൽ നമ്മൾ സാഹചര്യം നോക്കിയിട്ടല്ലല്ലോ, നമ്മൾ ആ ഒരു ഘട്ടത്തിൽ അതിന് ഏത് തരത്തിൽ ഏത് ടെക്നോളജി ഉപയോഗിച്ച് ഏത് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി അതിനെ മറികടക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യാം. അത്ര തൃശ്ശൂരിൽ നിന്ന് ഇവിടത്തേക്ക് അത്ര കിലോമീറ്ററാണ് നമുക്ക് ചെയ്യാം. പക്ഷേ അന്നേരമാണ് ഇവർ പറഞ്ഞത് അതിൻ്റെ ടെക്നീഷ്യൻ വന്ന് ഫീസിബിലിറ്റി നോക്കിയിട്ട് മാത്രം കൊണ്ടുവരാനുള്ള സാഹചര്യം. കാരണം അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ചെറിയ ബുദ്ധിമുട്ട്. അതാണ് അവിടെയാണ് നമ്മൾ പ്രശ്നം പറയുന്നത്. അവിടെയാണ് നമ്മൾ പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള സാങ്കേതിക വിദ്യ. ഞാനൊരു കാര്യം കൂടി അതിൽ ചോദിച്ചു, നമ്മൾ 13 ദിവസമായില്ലേ സർ, അപ്പോൾ അതിനിടയിൽ നമുക്കൊരു ഫീസിബിലിറ്റി പരിശോധിക്കാമായിരുന്നില്ലേ എന്നൊരു ഒരു ചോദ്യം കൂടി വളരെ സ്നേഹപൂർവ്വം തന്നെയാണ്, വളരെ സൗഹൃദപൂർവ്വം തന്നെയാണ് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തത്. അവർ റിക്വസ്റ്റ് കൂടി അവിടെ വെച്ചു. പക്ഷേ നമ്മൾ എത്തിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഏത് തരത്തിലും വിത്തിൻ 24 hours നമ്മൾ അതിൽ ഇടപെട്ട് ചെയ്തു തരാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ടെക്നീഷ്യൻ എന്നുള്ളതാണ്. കാരണം അത് നിന്നു പോകുന്ന ഒരു ഘട്ടമുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെയും നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത്. ടെക്നീഷ്യൻ ഉണ്ടോ അല്ലെങ്കിൽ കണ്ടുപിടിക്കണം, തൃശ്ശൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു സാധനം, അതായത് അവിടുത്തെ ടെക്നീഷ്യനുമായി ബന്ധപ്പെട്ട ഫ്ലോട്ടിംഗ് JCB ആണ്. നമ്മുടെ ആലപ്പുഴയിലൊക്കെ കുളവാടകളൊക്കെ അല്ല, അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ പ്രശ്നമാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. നേരത്തെ പറഞ്ഞ ഡ്രഡ്ജിങ് അത് ഫലപ്രദമായില്ല, ആന്റൂൺ ഫലപ്രദമായില്ല, ടഗ് ബോട്ട് കാരണം ഫലപ്രദമായില്ല എന്ന് പറയാൻ കാരണം ഇതൊന്നും ഇവിടെ എത്തിയില്ല എന്നുള്ളതാണ്. ഇവിടെ എത്തിയില്ല, അതിനെ ഫലപ്രദമായി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സംവിധാനം ഇവിടെ എത്തിയില്ല എന്നുള്ളതാണ് നമ്മുടെ ആശങ്ക. ഇത് പറയുമ്പോൾ ഞങ്ങൾ വിത്തിൻ 24 hours എത്തിക്കാമെന്ന് പറയുമ്പോൾ ഇവർ പറയുന്നു വീണ്ടും ടെക്നീഷ്യൻ ഒന്ന് നോക്കട്ടെ എന്നാണ്. അവിടെയും നിന്നു പോകുന്നു ആ പുഴയിലുള്ള സെർച്ചിങ്. കാരണം നമ്മൾ ചോദിച്ചപ്പോൾ ഇവർ പറയാൻ നമ്മൾ നിർത്തുന്നില്ല. ഞാൻ നിർത്തുന്നില്ല എന്ന് പറഞ്ഞാൽ പുഴയിലാണല്ലോ നമ്മുടെ പോയിന്റ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ ഏതായാലും ആ പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പോൾ പറയുന്നത് പുഴയിൽ നടക്കില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കരയിൽ നമ്മൾ വെറുതെ നിൽക്കുന്നത് കൊണ്ട് എന്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആശങ്കപ്പെടുന്നത്. അതായത് പതിയെ ഇത് നിന്നു പോകുന്നു എന്നതിലേക്കുള്ള ഒരു ആശങ്കയാണ് ഇപ്പോഴുള്ളത്. അത് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. പുഴയുടെ തരത്തിൽ നിർത്തുമെന്നാണ് ഇപ്പോൾ ഇവർ അറിയിച്ചത്. അവിടെയാണ് നമ്മുടെ ആശങ്ക പറയുന്നത്. ഇത് നിർത്തി പോകുന്നോ എന്നുള്ള ആശങ്ക നമ്മൾ പറയാം. അത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ്, നിർത്തരുത് എന്ന ആവശ്യമാണ് നമ്മൾ ഈ യോഗത്തിലും ഇപ്പൊ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ആവശ്യപ്പെടാനേ പറ്റും. കാരണം തീരുമാനം വന്നത് ഇവിടുത്തെ സ്റ്റേറ്റിന്റെ ഭാഗമായി വരേണ്ടതാണ്. നിങ്ങൾ വിദഗ്ധരെ ഇവിടേക്ക് എത്തിക്കുന്നതിന് ഒരു പ്രതിസന്ധി അവർ പറഞ്ഞത് അവിടെ നിന്നുള്ള കളക്ടറുടെ അറിയിപ്പുകൾ എന്തെങ്കിലും ഇവിടെ നടത്താം. അപ്പൊ ആ രീതിയിലുള്ള സാധനം നമുക്ക് പരീക്ഷിക്കും. അതില് നമ്മളല്ലല്ലോ അതിൻ്റെ ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. അവിടെയാണല്ലോ ഇതിന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ മിനിസ്റ്റേഴ്സ് പോലും ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തെടുത്ത് തീരുമാനം പോലും Along with me, we have discussed and we have told them what is the next course of action, how we have to go. That was the first agenda. And on that, your honorable MLAs, they have talked to CM and CM also talked to our CM and they have told each other that this rescue has to be continued. Okay, rescue course should not be stopped and it should be continued. Thereafter, we have discussed here regarding this matter. One is, you are also aware of that, total water of the river is mixed with the mud and it is red color, which is very difficult to go inside. And today also our Ishwar Malpe, 2 times he was stuck. I told you that river mud bed is there first now. Mud bed means clay bed. On top of that stones. On top of that this banyan tree. Banyan tree is having lot of branches and our intention was that branch we have to remove so that if anybody
anybody is stuck in that, that has to come out. And our other problem was there, that one wire high tension, that was also second problem that today we have cleared. And today in the fourth point, our Ishwar team along with our NDRF, they have tried. District administration, police, SP was really, he was that particular spot only. Now, what is the next course of action? One thing is we have to wait the water till it comes clean. Second thing, Tiruchi is, I thought it is the Tamil Nadu. Then we have confirmed here among ourselves, it is from Kerala only. Trishur, okay. And we spoke to, from the morning I am talking to them, and they have told that concurrence has to be required from the district administration, and the same concurrence we are following up from the morning and evening also. We have told our all three MLA Saabs that Baba, you have to also talk to them because it is from Kerala only and it is with the agriculture department, which is having only 7.7 meter draft. Means it is not even 2 feet. Sridhar, Got my point now? Sridhar. What it will act in the water, that also I will tell you. When it is a self-grab, Oakland is there. Okay. It will go to the water and it will, I want that it has to be scratched the mud and stone and it has to open the hillock, what is created. Then the mud will come outside with the river pressure also. Once it is clean, there may be a possibility the truck, if it is inside, it is carrying 40, it is total weight is 40 ton truck's weight. And tire weight means the actual truck's weight is 15 ton, 15.5 something. So 25 ton wood has been loaded. That means the same force, it can come out with the 25 ton force, what is there now, it's the same direction it will come out also, because that much of lock pressure is there, that if the cavity has been opened, then it will come. This is what we are looking for, and MLA Saab, they are talking to the people also from IAS, your cadre or DC Saab, they are local. I also talked to him. Whatever the best exploration, explore our facts, we will explore it. But whatever the expenditure, whatever it is, we will not bother on that. This is our today's discussion. Till that, what we have to do? Till that, nothing can be happen. I have to bring the people there, and I have to make the surrounding one trip. For that, NDRF and SDRF people will look after the river beds and all these things. Suppose something floats. This is what we are taking the decision. If you want to take any, if you want to make any questions, please, we are open. And it is crystal clear. Clearly, we are giving you a statement, nothing hiding anything, because all of us we said. Sir, the dredging machine is coming from Trishur, so how many days it will take? That is again, see, we cannot bring it from the river or sea. It has to travel by sea. Sea is rough. And sea mouth is again, sea mouth and river mouth means it is a junction, wherein very difficult. For that, this machine was 7 meter depth and 7 meter length, 2.5 meter with 5 meter width is there. It is perfectly, as per my knowledge, it will suit in the trailer. Now we are what we have told, the person who is the operator, he is not there because of monsoon. Now we have requested MLA Saab to bring that particular person, technical person. Let him visit. Either wherever he comes, Bangalore also will send the vehicle, or Bangalore also he comes, we will send the vehicle. Goa also will send the vehicles. Whatever required is there, we will do that. Let him come and let him check whether he can work on that.
and our director of ports also we have called. And they will discuss themselves and we will finalize. If anything else, you can cross-check with your people also. You are telling NDRF and SDR will remain in the sport. No, they will make the watch. SDRF will make the watch because some floating and all this thing. If the river is cleared, within 3 hours, our Ishwar Malpe has told, just give me a call, I will be here. And for that, he has told, I don't want anything if the river is clean. With his torch only he can do that work. I think he has explained you also because all people you are there and he has very much clear. I don't want anything. And you have seen our local people also. Local people without having any jacket, without having anything they can, because it is this river is very familiar to them. You got my point now. See, NDRF they have told with the 2.5 nautical miles only we can go inside. But yesterday he went on 8 nautical miles. Unimaginary work he has done. And really boss, we pray the God, we should get something, a result, what we are praying all of us. Here there is no party, nothing. We are all one. We are all Indians. We have to work as a Indians. But Sir, just for the clarification, when will the machine reach here? now, before machine that particular operator is not there, we will first this fellow will come. Who we are talking that engineer, whether he can work in this. If he say yes, then if we will send the vehicle. From there, if the vehicle comes, then we'll pay the whatever the terms, condition. We'll accept and we will sign. No problem. So we can start we can restart the operation by next week. No, why you want next week? I think from Kerala it is reaching 500 kilometers. If he has 2 drivers, we can bring within 2 days also. Even that Trichy vehicle will come to this place. No, I am not exactly name. It is Kerala only because I don't know exactly the place. One more thing. Several persons have come down here to. They were ready to operate of this. Malpeji has done the same work. A number of persons have already worked here. Your people? Yeah, Your people? Yeah, they were here. Today also I am telling why you. Why do you allow them to enter into water at that time? Today also I am telling you, your people, 45. No, let him come. Please come. No. What he has told, I am telling you the reply. See, the moment when this has come, no, I told them, he is the right person who was there that time. Aadhaar card number, phone number, you send it to the DC and name. Send to the DC of, just send the letter I told. Thereafter they have disappeared. I mean disappeared means they are not went because I don't know what has happened. You got my point. Today also, yesterday also, you will not believe. Yesterday also our Ishwar, we have taken the undertaking letter from him. It is a protocol. We have to maintain government protocol. We have to maintain. You got my point. No, likewise, we have advised them to give the letter from the DC Kerala, whichever the district, to our DC Karwar. Nothing more than that. Please, I am telling you, brother, I am with you people, I am with my people. For me, it is common. Don't take any doubts or any hindrance on this particular, what you call as, this particular operation. If the water is clear only, it is possible, brother. If you want to send somebody within this, in this water also, if you want to do, we will allow it. We will not say no to them. And whatever our requirement is there, including me, I will be present for 24 hours.